JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിന്റെ തുടർച്ച എന്നോണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സും പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സീറ്റൈൻ നമ്പർ ഏതുതരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? സീറ്റൈൻ നമ്പർ ഏതുതരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? ഓപ്ഷൻ എ പെട്രോൾ, ഓപ്ഷൻ ബി ഡീസൽ, ഓപ്ഷൻ സി CNG, ഓപ്ഷൻ ഡി കെറോസിൻ. ഏതാണ് ശരി ഉത്തരം? എല്ലാവരും ഒന്ന് ആലോചിച്ചേ. സീറ്റൈൻ നമ്പർ ഏതുതരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഡീസൽ. സീറ്റൈൻ നമ്പർ ഏതുതരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? ഡീസൽ. അടുത്ത ക്വസ്റ്റ്യൻ. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. ഓപ്ഷൻ എ 1 3 4 2, ഓപ്ഷൻ ബി 1 2 3 4, ഓപ്ഷൻ സി 4 3 2 1, ഓപ്ഷൻ ഡി 2 3 4 1. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 1 3 4 2. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയില് മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ മോട്ടോർ സൈക്കിള്, ഓപ്ഷൻ ബി പാസഞ്ചർ കാറ്, ഓപ്ഷൻ സി ട്രെയിൻ, ഓപ്ഷൻ ഡി ട്രക്ക്. എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലെ. എല്ലാവർക്കും ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ട്രെയിന്. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിൽ ആൾട്ടർനേറ്ററുടെ ഉപയോഗം. വാഹനത്തില് ആൾട്ടർനേറ്ററുടെ ഉപയോഗം. ഓപ്ഷൻ എ ലൈറ്റ് തെളിയിക്കാൻ, ഓപ്ഷൻ ബി ബാറ്ററിക്ക് പകരം, ഓപ്ഷൻ സി ബാറ്ററി ചാർജ് ചെയ്യാൻ, ഓപ്ഷൻ ഡി ഹോൺ അടിക്കാൻ. വാഹനത്തില് ആൾട്ടർനേറ്ററുടെ ഉപയോഗം എന്താണ്? വാഹനത്തിൽ ആൾട്ടർനേറ്ററുടെ ഉപയോഗം ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബാറ്ററി ചാർജ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ എ വെർനിയർ കാലിപ്പർ, ഓപ്ഷൻ ബി മൈക്രോമീറ്റർ, ഓപ്ഷൻ സി വയർ ഗേജ്, ഓപ്ഷൻ ഡി ഫീലർ ഗേജ്. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആർക്കെങ്കിലും അറിയാവോ? ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഫീലർ ഗേജ്. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫീലർ ഗേജ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം. ഓപ്ഷൻ എ ഗിയർ ബോക്സ്, ഓപ്ഷൻ ബി പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഓപ്ഷൻ സി ക്ലച്ച്, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ. ഏതാണ് ശരി ഉത്തരം? ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം ഏതാണ്? ഡിഫറൻഷ്യൽ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഡിഫറൻഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ തന്റെ വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന്, ഓപ്ഷൻ ബി ജംഗ്ഷനുകളിൽ നേരെ പോകുവാൻ ഉദ്ദേശിക്കുന്നു എന്നറിയിക്കുവാൻ, ഓപ്ഷൻ സി അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നു എന്നറിയിക്കാൻ, ഓപ്ഷൻ ഡി കനത്ത മഴയും മഞ്ഞും ഉള്ളപ്പോൾ.
ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തന്റെ വാഹനം അപകടത്തിലാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ. റോഡ് അപകടത്തിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര്. റോഡ് അപകടത്തിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര്. ഓപ്ഷൻ എ പ്ലാറ്റിനം അവർ, ഓപ്ഷൻ ബി ഗോൾഡൻ അവർ, ഓപ്ഷൻ സി ഡയമണ്ട് അവർ, ഓപ്ഷൻ ഡി സേഫ് അവർ. ഏതാണ് ശരി ഉത്തരം? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഗോൾഡൻ അവർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് സിഗ്നൽ സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? താഴെ തന്നിരിക്കുന്ന ഈ ട്രാഫിക് സൈൻ ഉണ്ടല്ലോ, അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വാഹനം നിർത്തുക, ഓപ്ഷൻ ബി നോ പാർക്കിംഗ്, ഓപ്ഷൻ സി അപകട മേഖല, ഓപ്ഷൻ ഡി റോഡ് അവസാനിക്കുന്നു. ഈ ട്രാഫിക് സൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്കെങ്കിലും അറിയാവോ? എന്താണ് ശരി? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, വാഹനം നിർത്തുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഓപ്ഷൻ എ എഞ്ചിൻ ഓയിലിന്റെ അളവ് കൂടുതൽ, ഓപ്ഷൻ ബി ഓയിൽ പ്രഷർ കൂടുതൽ, ഓപ്ഷൻ സി ഹെഡ് ഗാസ്കറ്റ് തകരാറ്, ഓപ്ഷൻ ഡി ഓയിൽ ക്യാപ്പ് തകരാറ്. ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഹെഡ് ഗാസ്കറ്റ് തകരാറ്. അടുത്ത ക്വസ്റ്റ്യൻ. 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? ഓപ്ഷൻ എ 5 കിലോമീറ്റർ വരെ 250 രൂപ, ഓപ്ഷൻ ബി 5 കിലോമീറ്റർ വരെ 200 രൂപ, ഓപ്ഷൻ സി 10 കിലോമീറ്റർ വരെ 250 രൂപ, ഓപ്ഷൻ ഡി 10 കിലോമീറ്റർ വരെ 200 രൂപ. ഏതാണ് ശരി ഉത്തരം? 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? ഏതാണ് ശരി ഉത്തരം? 5 കിലോമീറ്റർ വരെ 200 രൂപ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? ഓപ്ഷൻ എ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി ഗ്രാവിറ്റി, ഓപ്ഷൻ സി ഫ്രിക്ഷൻ, ഓപ്ഷൻ ഡി കാപ്പിലറി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി. ഓപ്ഷൻ എ ത്രികോണം, ഓപ്ഷൻ ബി വൃത്തം, ഓപ്ഷൻ സി സമചതുരം, ഓപ്ഷൻ ഡി ദീർഘചതുരം. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി. ഏതാണ് ശരിയായ ഉത്തരം? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ത്രികോണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തിൽ OBD എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തില് OBD എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഓൺ ബോട്ടം ഡിറ്റക്ടിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം, ഓപ്ഷൻ സി ഓൺ ബോഡി ഡയറക്ഷൻ സിസ്റ്റം, ഓപ്ഷൻ ഡി ഓൺ ബൂട്ട് ഡിറ്റക്ടിംഗ് സിസ്റ്റം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തില് OBD എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്?
ഓപ്ഷൻ എ സൈന്യത്തിലെ അംഗങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുവാൻ നൽകുന്ന ലൈസൻസ്. ഓപ്ഷൻ ബി അടിയന്തര ഘട്ടങ്ങളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേഗത്തിൽ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ സി മറ്റുള്ളവർ നിയമം ലംഘിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ഡി സിഗ്നൽ അവഗണിച്ച് അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നത്. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? ആർക്കെങ്കിലും അറിയാവോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മറ്റുള്ളവർ നിയമം ലംഘിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. BS4 വാഹനങ്ങൾക്ക് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. ഓപ്ഷൻ എ 6 മാസം, ഓപ്ഷൻ ബി 12 മാസം, ഓപ്ഷൻ സി 18 മാസം, ഓപ്ഷൻ ഡി 24 മാസം. BS4 വാഹനങ്ങൾക്ക് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 12 മാസം. അടുത്ത ക്വസ്റ്റ്യൻ. ABS എന്നാൽ എന്ത്? ABS എന്നാൽ എന്ത്? ഓപ്ഷൻ എ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി ആന്റിവയർ ബ്രേക്ക് ഷൂ, ഓപ്ഷൻ സി അബ്സല്യൂട്ട് ബ്രേക്കിംഗ് സിസ്റ്റം, ഓപ്ഷൻ ഡി എഗൈൻസ്റ്റ് ബ്രേക്കിംഗ് സിസ്റ്റം. ABS എന്നാൽ എന്ത്? ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 18, ഓപ്ഷൻ ബി സെക്ഷൻ 17, ഓപ്ഷൻ സി സെക്ഷൻ 19, ഓപ്ഷൻ ഡി സെക്ഷൻ 20. മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സെക്ഷൻ 19. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം. വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം. ഓപ്ഷൻ എ സ്പീഡോമീറ്റർ, ഓപ്ഷൻ ബി ഓഡോമീറ്റർ, ഓപ്ഷൻ സി ലെക്സ് മീറ്റർ, ഓപ്ഷൻ ഡി ടാക്കോമീറ്റർ. വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ടാക്കോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? നിങ്ങൾ എല്ലാവരും ഈ ട്രാഫിക് സൈൻ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നോ പാർക്കിംഗ്, ഓപ്ഷൻ ബി നിയന്ത്രണം തുടങ്ങുന്നു, ഓപ്ഷൻ സി നിയന്ത്രണം അവസാനിക്കുന്നു, ഓപ്ഷൻ ഡി സ്പീഡ് നിയന്ത്രണം. ഈ ട്രാഫിക് സൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നിയന്ത്രണം അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.